അങ്ങനെ ഐസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഇതിപ്പോൾ 3-ാം സീസൺ തുടർച്ചയായ 3 സീസണിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് പുറത്താകുകയാണ് ഐഎസ്എല്ലിൽ നിന്ന്. അതിനു മുമ്പ് 3 സീസൺ ക്വാളിഫൈ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്നലത്തെ മത്സരമാണ്. ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 45-ാം മിനിറ്റിലൊക്കെ കോറോസിങ്ങിൻ്റെ വക ഒരു ഗോൾ വന്നു. മികച്ച ഡിഫെൻസിങ് നമ്മൾ കണ്ടു. കോറോസിങ്ങിൻ്റെ ഗോൾ ഒരു തകർപ്പൻ ഗോളായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത് കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സ് 86-ാം മിനിറ്റിൽ മിലോസ് ഡ്രിൻസിസിൻ്റെ ഓൺ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങുകയായിരുന്നു. അതോടെ കളി അവിടെ അവസാനിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവസാന മിനിറ്റുകളിലൊക്കെ ഒരു ഡാനിഷ് ഫറൂഖ് ഒരു ഗോൾ അടിച്ചു. പക്ഷേ അത് ഓഫ് സൈഡാണ് വിളിച്ചത്. സത്യം പറഞ്ഞാൽ അതൊരു ഓൺ സൈഡ് ഗോൾ തന്നെയായിരുന്നു. റഫറിയുടെ മിസ്റ്റേക്കിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തായത് എന്ന് നമുക്ക് നിഷ്പക്ഷം പറയാം. കളിയതിന് അടിയും മറ്റു ബഹളമൊക്കെ കണ്ടു. തോമസ് ടോർഷും ഹാവി ഹെർണാണ്ടസും നമ്മളതിലേക്കൊന്നും പോകുന്നില്ല. അതെന്തിനും കാരണമായിരിക്കും. ഓഫ് സൈഡിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടന്നത്. കളി കഴിഞ്ഞ് അങ്ങനെ കളിയിലേക്ക് തോറ്റു പോയി. കളിയിലേക്ക് സമനില പിടിച്ചങ്ങ് പോയി. ബ്ലാസ്റ്റേഴ്സിൻ്റെ സകല പ്രതീക്ഷകളും പോയിരിക്കുകയാണ്. കളി കഴിഞ്ഞ് ടി.ജി. പുരുഷോത്തമൻ പറഞ്ഞു, നമ്മൾ തോറ്റത് റഫറിയുടെ ഇതിൽ തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ സത്യം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകൾ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മികച്ച പ്ലേയേഴ്സിനെയും കൊണ്ടുവരണം, നല്ലൊരു കോച്ചിനെയും കൂടെ കൊണ്ടുവന്നാൽ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസൺ നല്ല രീതിയിൽ പിടിക്കാം എന്നുള്ളത് സംശയമൊന്നുമില്ല. അതുകൊണ്ട് മികച്ചൊരു സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്യുക ബ്ലാസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ഇനി മാറ്റമുള്ളൂ. കാരണം എല്ലാ ടീമിനും നല്ലൊരു സ്ക്വാഡുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ അടുത്ത സീസൺ ഇറങ്ങട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.